ക്രിസ്തുവിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മളിൽ പലരും പ്രശസ്ത ബോളിവുഡ് സിനിമയായ ലഗേ രഹോ മുന്നാ ഭായ് കണ്ടിട്ടുണ്ടാകും. ആ സിനിമയിലെ ഒരു രംഗം ഇന്നും പലരുടെയും മനസ്സിൽ പതിഞ്ഞുകിടക്കുന്നു. ഒരാൾ വീണ്ടും വീണ്ടും മറ്റൊരാളുടെ വീടിന്റെ മതിലിൽ തുപ്പിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും വീട്ടുകാർക്ക് കോപം വരുന്നു. അവർ തിരിച്ചടിക്കാൻ ആഗ്രഹിക്കുന്നു. അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തോന്നുന്നു. പ്രതികാരം ചെയ്യണമെന്ന ചിന്ത അവരുടെ മനസ്സിൽ ഉയരുന്നു. എന്നാൽ അവർ കോപത്തോടെ പ്രതികരിക്കുന്നില്ല. അവർ നിശബ്ദമായി മതിൽ വൃത്തിയാക്കുന്നു. അടുത്ത ദിവസം അയാൾ വീണ്ടും തുപ്പുന്നു. അവർ വീണ്ടും വൃത്തിയാക്കുന്നു. വീണ്ടും അയാൾ അതുതന്നെ ചെയ്യുന്നു. വീണ്ടും അവർ വൃത്തിയാക്കുന്നു. ദിവസങ്ങൾ കടന്നുപോകുന്നു. ഒടുവിൽ അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിക്കുന്നു. ആ മനുഷ്യൻ സ്വന്തം പെരുമാറ്റത്തെക്കുറിച്ച് ലജ്ജിക്കുന്നു. അവനോട് കാണിച്ച കരുണയും ക്ഷമയും അവന്റെ ഹൃദയത്തെ മാറ്റിമറിക്കാൻ തുടങ്ങുന്നു. ഈ കഥയുടെ സന്ദേശം വളരെ ലളിതമാണ്. വെറുപ്പ് കൂടുതൽ വെറുപ്പ് സൃഷ്ടിക്കുന്നു. അക്രമം കൂടുതൽ അക്രമം സൃഷ്ടിക്കുന്നു. പ്രതികാരം കൂടുതൽ പ്രതികാരം സൃഷ്ടിക്കുന്നു. ആരെങ്കിലും ഈ ദുശ്ചക്രം തകർക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഇന്നത്തെ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും അസ്വസ്ഥത തോന്നാം. കാരണം യേശു വളരെ കഠിനമായ ചില വാക്കുകളാണ് പറയുന്നത്. ദുഷ്ടനെ ചെറുത്തു നിൽക്കരുത്. നിന്റെ വലതുകവിളിൽ അടിക്കുന്നവന് മറ്റേ കവിളും തിരിച്ചു കൊടുക്കുക. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. സത്യസന്ധമായി പറയുകയാണെങ്കിൽ യേശു പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഉപദേശങ്ങളിൽ ഒന്നാണിത്. കാരണം നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ മുറിവുകളുണ്ട്. നമ്മെ വേദനിപ്പിച്ചവരുടെ ഓർമ്മകളുണ്ട്. ഒരുപക്ഷേ നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിച്ചത് ഒരു കുടുംബാംഗമായിരിക്കാം. ഒരുപക്ഷേ നിങ്ങളുടെ ഹൃദയം തകർത്തത് ജീവിത പങ്കാളിയായിരിക്കാം. ഒരുപക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ചത് ഒരു സുഹൃത്തായിരിക്കാം. ഒരുപക്ഷേ നിങ്ങളെക്കുറിച്ച് അസത്യങ്ങൾ പ്രചരിപ്പിച്ചത് ഒരു സഹപ്രവർത്തകനായിരിക്കാം. ഒരുപക്ഷേ അത് സഭയിലെ തന്നെ ആരെങ്കിലുമായിരിക്കാം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മുറിവ് ഇന്നും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാകാം. അത്തരം ഒരു സമയത്ത് യേശു നമ്മുടെ മുന്നിൽ വന്നു പറയുന്നു, ആ വ്യക്തിയെ സ്നേഹിക്കുക. ഉടനെ നമ്മുടെ ഹൃദയം പ്രതിഷേധിക്കുന്നു. കർത്താവേ, തീർച്ചയായും അങ്ങ് ആ വ്യക്തിയെ ഉദ്ദേശിക്കുന്നില്ലല്ലോ. പക്ഷേ യേശു ഉദ്ദേശിക്കുന്നത് അതേ വ്യക്തിയെയാണ്. യേശു ആരംഭിക്കുന്നത് എല്ലാവർക്കും പരിചിതമായ ഒരു നിയമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. പലരും ഈ നിയമത്തെ തെറ്റായി മനസ്സിലാക്കുന്നു. ഇത് പ്രതികാരം പ്രോത്സാഹിപ്പിക്കാൻ നൽകിയതല്ല, മറിച്ച് പ്രതികാരത്തെ നിയന്ത്രിക്കാനാണ് നൽകിയിരുന്നത്. നീതി അതിരുവിട്ടു പോകാതിരിക്കാൻ, ആളുകൾ സ്വന്തം കൈകളിൽ നിയമം എടുക്കാതിരിക്കാൻ. എന്നാൽ കാലക്രമേണ ആളുകൾ ഈ നിയമത്തെ വ്യക്തിപരമായ പ്രതികാരത്തിന് ന്യായീകരണമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ നീതിയേക്കാൾ ഉയർന്ന ഒരു തലത്തിലേക്ക് ക്ഷണിക്കുന്നു. അത് കരുണയുടെ വഴിയാണ്. ശ്രദ്ധിക്കുക, യേശു നീതിയെ നിഷേധിക്കുന്നില്ല. സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം സഭ എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഒരു കടമയാണെന്നും സഭ പഠിപ്പിക്കുന്നു. യേശു ഇരകളോട് പീഡന സാഹചര്യങ്ങളിൽ തുടരാൻ പറയുന്നില്ല. നിയമങ്ങളും കോടതികളും പോലീസും അനാവശ്യമാണെന്നും പറയുന്നില്ല. അവൻ സംസാരിക്കുന്നത് അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. മനുഷ്യഹൃദയത്തെ പതുക്കെ നശിപ്പിക്കുന്ന പ്രതികാരത്തിന്റെ വിഷത്തെക്കുറിച്ച്. ലോകം പറയുന്നു, പകരം വീട്ടുക. യേശു പറയുന്നു, യഥാർത്ഥ സ്വാതന്ത്ര്യം നേടുക. ലോകം പറയുന്നു, അവരെ വേദനിപ്പിക്കുക. യേശു പറയുന്നു, അവരുടെ വെറുപ്പ് നിങ്ങളുടെ വെറുപ്പാകാൻ അനുവദിക്കരുത്. ലോകം പറയുന്നു, നിന്റെ അഹങ്കാരം കാത്തുസൂക്ഷിക്കുക. യേശു പറയുന്നു, നിന്റെ ആത്മാവിനെ സംരക്ഷിക്കുക. മറ്റേ കവിളും തിരിച്ചു കൊടുക്കുക എന്ന് കേൾക്കുമ്പോൾ പലരും യേശു നമ്മെ ദുർബലരാക്കുകയാണെന്ന് കരുതുന്നു. എന്നാൽ സത്യം അതിന്റെ നേരെ വിപരീതമാണ്. യേശു നമ്മെ ദുർബലരാക്കാൻ ശ്രമിക്കുന്നില്ല. അവൻ നമ്മെ സ്വതന്ത്രരാക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും നമ്മെ അപമാനിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും നമ്മെ നിയന്ത്രിക്കുകയാണ്. ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചിട്ട് നാം ഇന്നും ആ മുറിവ് ചുമന്നു നടക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും നമ്മുടെ സമാധാനം കവർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മുറിവ് ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ എന്തോ മാറുന്നു. നാം ഇനി മുറിവിന്റെ തടവുകാരല്ല, നീരസത്തിന്റെ അടിമകളല്ല. നാം സ്വതന്ത്രരാകുന്നു.
യേശുവിന്റെ കാലത്ത് വലതുകവിളിൽ അടിക്കുന്നത് സാധാരണയായി അപമാനത്തിന്റെ അടയാളമായിരുന്നു. അത് ഗുരുതരമായി മുറിവേൽപ്പിക്കാനല്ല, മറിച്ച് ഒരാളെ നിന്ദിക്കാനായിരുന്നു. യേശു പറയുന്നത്, മറ്റൊരാളുടെ തിന്മ നിങ്ങളുടെ പ്രതികരണത്തെ നിർണ്ണയിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ സന്തോഷം എത്ര തവണ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു. അവർ നമ്മെ പ്രശംസിച്ചാൽ സന്തോഷം, വിമർശിച്ചാൽ കോപം, അംഗീകരിച്ചാൽ സമാധാനം, നിരസിച്ചാൽ ദുഃഖം. പക്ഷേ യേശു തന്റെ ശിഷ്യന്മാർ അതിലും ആഴത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണെന്ന് തിരിച്ചറിവിൽ ജീവിക്കാൻ, അപമാനങ്ങൾക്ക് നമ്മുടെ അന്തസ് കവർന്നെടുക്കാൻ കഴിയാത്ത സ്ഥലത്ത് ജീവിക്കാൻ. തുടർന്ന് യേശു മറ്റൊരു ഉദാഹരണം നൽകുന്നു. ആരെങ്കിലും നിങ്ങളെ 1 മൈൽ പോകാൻ നിർബന്ധിച്ചാൽ അവനോടൊപ്പം 2 മൈൽ പോകുക. റോമൻ പട്ടാളക്കാർക്ക് സാധാരണക്കാരെ 1 മൈൽ ദൂരം ഭാരം ചുമക്കാൻ നിർബന്ധിക്കാമായിരുന്നു. ജനങ്ങൾ ഈ നിയമത്തെ വെറുത്തിരുന്നു. എന്നിട്ടും യേശു പറയുന്നു, 2 മൈൽ പോകുക. എന്തുകൊണ്ട്? കാരണം സ്നേഹം കടമയുടെ പരിധിയിൽ നിൽക്കുന്നില്ല. സ്നേഹം എപ്പോഴും അതിനപ്പുറം പോകുന്നു. ലോകം ചോദിക്കുന്നു, ഞാൻ ചെയ്യേണ്ട ഏറ്റവും കുറഞ്ഞത് എന്താണ്? സ്നേഹം ചോദിക്കുന്നു, എനിക്ക് ഇനി എന്ത് നൽകാൻ കഴിയും? അതിനുശേഷം യേശു ഗിരിപ്രഭാഷണത്തിന്റെ ഉച്ചകോടിയിലെത്തുന്നു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ശ്രദ്ധിക്കുക, യേശു പറയുന്നില്ല, അവരെ ഇഷ്ടപ്പെടുക, അവരെ വിശ്വസിക്കുക, അവരുടെ തെറ്റുകളെ ന്യായീകരിക്കുക. അവൻ പറയുന്നത്, അവരെ സ്നേഹിക്കുക. ബൈബിളിലെ സ്നേഹം ഒരു വികാരം മാത്രമല്ല, അതൊരു തീരുമാനമാണ്. മറ്റൊരാളുടെ നന്മ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം, വെറുക്കാതിരിക്കാനുള്ള തീരുമാനം, ദൈവം അവരെ അനുഗ്രഹിക്കുകയും മാറ്റുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. എന്തുകൊണ്ടാണ് യേശു ഇത് ആവശ്യപ്പെടുന്നത്? കാരണം ദൈവം സ്നേഹിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ പിതാവ് നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും മേൽ തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും അനീതിക്കാരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. ഓരോ സൂര്യോദയവും ദൈവത്തിന്റെ കരുണയുടെ പ്രസംഗമാണ്. ഓരോ ശ്വാസവും അവന്റെ ക്ഷമയുടെ തെളിവാണ്. ഹൃദയത്തിന്റെ ഓരോ തുടിപ്പും അവന്റെ ദാനമാണ്. ദൈവത്തെ തള്ളിപ്പറയുന്നവരെയും ദൈവം സ്നേഹിക്കുന്നു. നാം അവന്റെ മക്കളാണെങ്കിൽ അവൻ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കാൻ പഠിക്കണം. യേശു നമ്മെ നല്ല മനുഷ്യരാക്കാൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്, ദൈവരാജ്യത്തിലെ പൗരന്മാർ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. ലോകം ശക്തിയിലൂടെ നിലനിൽക്കുന്നു. ദൈവരാജ്യം സ്നേഹത്തിലൂടെ വളരുന്നു. ലോകം പറയുന്നു, ശത്രുക്കളെ പരാജയപ്പെടുത്തണം. യേശു പറയുന്നു, ശത്രുക്കൾക്ക് സഹോദരീ സഹോദരന്മാരാകാൻ കഴിയും. ലോകം പറയുന്നു, പ്രതികാരം മനുഷ്യരെ മാറ്റും. യേശു പറയുന്നു, കരുണ ഹൃദയങ്ങളെ മാറ്റും. ലിസ്യൂക്സിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ ഇതിന്റെ മനോഹരമായ ഉദാഹരണമാണ്. കോൺവെന്റിൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സന്യാസിനി ഉണ്ടായിരുന്നു. എന്നിട്ടും അവൾ അവളെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. അവൾക്കുവേണ്ടി പ്രാർത്ഥിച്ചു, അവളെ സേവിച്ചു. ഒരു ദിവസം ആ സന്യാസിനി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇത്ര ദയ കാണിക്കുന്നത്? അവൾക്ക് ഒരിക്കലും മനസ്സിലായില്ല ത്രേസ്യയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ വ്യക്തി താനാണെന്ന്. അതാണ് വിശുദ്ധി. സ്നേഹിക്കാൻ എളുപ്പമുള്ളവരെ സ്നേഹിക്കുന്നത് അല്ല, ക്രിസ്തു സ്നേഹിക്കുന്നതുകൊണ്ട് സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയും സ്നേഹിക്കുന്നതാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ക്ഷമയും അനുരഞ്ജനവും ഒരേ കാര്യമല്ല. അനുരഞ്ജനത്തിന് പശ്ചാത്താപവും വിശ്വാസവും സമയവും ആവശ്യമാണ്. എന്നാൽ ക്ഷമ എന്നത് വെറുപ്പിന് നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക എന്നതാണ്. ക്ഷമ ഒരു യാത്രയാണ്. ചിലപ്പോൾ ഒരേ മുറിവ് വീണ്ടും വീണ്ടും ക്ഷമിക്കേണ്ടിവരും. പഴയ ഓർമ്മകൾ മടങ്ങിവരും. വേദന വീണ്ടും ഉയർന്നുവരും. അതുകൊണ്ട് നാം പരാജയപ്പെട്ടുവെന്നല്ല അർത്ഥം. നാം മനുഷ്യരാണെന്നേ അർത്ഥമുള്ളൂ. ഓരോ തവണയും ആ മുറിവ് വീണ്ടും തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, ഞാൻ വെറുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ ക്ഷമിക്കുന്നതുപോലെ എന്നെ ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ. ഇന്നത്തെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാനം ഒരു പുസ്തകത്തിലല്ല, കാൽവരിയിലാണ്. യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ അവൻ സ്നേഹിച്ചു. പരിഹസിച്ചപ്പോൾ അവൻ സ്നേഹിച്ചു. അവന്റെ മേൽ തുപ്പിയപ്പോൾ അവൻ സ്നേഹിച്ചു. കുരിശിൽ തറച്ചപ്പോൾ പോലും അവൻ പ്രാർത്ഥിച്ചു: പിതാവേ,
ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. കുരിശ് എന്നത് മറ്റേ കവിളും തിരിച്ചു കൊടുക്കുക എന്നതിന്റെ ജീവിക്കുന്ന രൂപമാണ്. കുരിശ് എന്നത് 2 മൈൽ പോകുക എന്നതിന്റെ ജീവിക്കുന്ന രൂപമാണ്. കുരിശ് എന്നത് നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നതിന്റെ ജീവിക്കുന്ന രൂപമാണ്. ഒടുവിൽ യേശു പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നതുപോലെ നിങ്ങളെയും പൂർണ്ണരായിരിക്കണം. ഇവിടെ പൂർണ്ണത എന്നത് കുറ്റമറ്റ അവസ്ഥയല്ല, സ്നേഹത്തിൽ പക്വത പ്രാപിക്കുന്നതാണ്. സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാണ്. അവസാനമായി ഞാൻ ലഗേ രഹോ മുന്ന ഭായ് എന്ന കഥയിലേക്ക് മടങ്ങിവരുന്നു. ആ മനുഷ്യൻ മാറി, കാരണം അവൻ കരുണയെ കണ്ടുമുട്ടി. പക്ഷേ നമുക്ക് സത്യസന്ധരാകാം. എല്ലാവരും മാറണമെന്നില്ല. ചില ശത്രുക്കൾ ശത്രുക്കളായി തന്നെ തുടരാം. ചിലർ നമ്മുടെ ദയയെ നിരസിക്കാം. യേശു ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല ശത്രുക്കളെ സ്നേഹിച്ചാൽ അവർ എപ്പോഴും മാറുമെന്ന്. എന്നാൽ അവിടുന്ന് ഉറപ്പായി വാഗ്ദാനം ചെയ്തത് മറ്റൊന്നാണ്. അത്തരം സ്നേഹം നമ്മെ മാറ്റുമെന്ന്. അവിടെയാണ് വിശുദ്ധിയുടെ ആരംഭം. എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് കുരിശിന്റെ ചുവട്ടിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടത് ആരെയാണ്? ആരുടെ പേര് കേൾക്കുമ്പോഴാണ് ഇന്നും നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നത്? ആർക്കുവേണ്ടിയാണ് യേശു ഇന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്? ആ വ്യക്തിയെ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുക. ആ ഭാരം ഒറ്റയ്ക്ക് ചുമക്കരുത്. ക്രിസ്തുവിനെ നിങ്ങളോടൊപ്പം അത് വഹിക്കാൻ അനുവദിക്കുക. ലോകം പറയുന്നു, പകരം വീട്ടുക. യേശു പറയുന്നു, ക്ഷമിക്കുക. ലോകം പറയുന്നു, നിന്റെ ശത്രുവിനെ വെറുക്കുക. യേശു പറയുന്നു, അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുക. ലോകം പറയുന്നു, നിന്റെ അഹങ്കാരം കാത്തുസൂക്ഷിക്കുക. യേശു പറയുന്നു, നിന്റെ കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കുക. ലോകം പറയുന്നു, വിജയിക്കുക. യേശു പറയുന്നു, സ്നേഹിക്കുക. കാരണം ദൈവരാജ്യത്തിൽ കരുണ പ്രതികാരത്തേക്കാൾ ശക്തമാണ്. ക്ഷമ വെറുപ്പിനേക്കാൾ ശക്തമാണ്. സ്നേഹം ഭയത്തേക്കാൾ ശക്തമാണ്. ക്രിസ്തു മരണത്തേക്കാൾ ശക്തനാണ്. ആമേൻ.